അത് 7 സീറ്റർ ഇന്നോവയാണ് 7 സീറ്റർ ആണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും 2011 ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ. 2021 മഹീന്ദ്ര XUV500W7 സിംഗിൾ ഓണർ, 3rd ജനറേഷനാണ്. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, 67,000 കിലോമീറ്റർ. അടുത്തൊരു ഡീസൽ സെഗ്മെൻ്റ് ആണ്. റിനോൾട്ട് ഡസ്റ്ററാണ്, RXL അഡ്വഞ്ചർ ഡിവിഷന്. ഇതിൻ്റെ പ്രൈസ് മറ്റേ കിലോമീറ്റർ വന്നിട്ട് 85,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. അടുത്തൊരു ഓട്ടോമാറ്റിക്കാണ്, അതായത് 2021 മോഡൽ ഹ്യുണ്ടായി i20 ആസ്ത സിംഗിൾ ഓണർ വണ്ടി, 32,000 കിലോമീറ്റർ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലത്താണ് കേട്ടോ. കൊല്ലം എന്ന് പറയുമ്പം പ്രോപ്പർ കൊല്ലമല്ല, കൊല്ലം ജില്ലയിൽ ചാത്തന്നൂർ എന്ന് പറയുന്ന ഭാഗത്ത് കല്ലുവാതുക്കൽ എന്ന് പറയുന്ന ഭാഗത്തായിട്ടാണ് വന്നിരിക്കുന്നത്. ഹെവൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം നമ്മൾ എല്ലാ 1-2 മാസം കൂടുമ്പോഴൊക്കെ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ വണ്ടികളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സിംഗിൾ ഓണർഷിപ്പിലുള്ള വണ്ടികളും വലിയതായിട്ടുള്ള കംപ്ലയിൻസും കാര്യങ്ങളൊന്നും ഉള്ള വണ്ടികളൊന്നും ഇവിടുത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതായത് നമ്മൾ ഇതുവരെ എടുത്ത വീഡിയോസിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ കിടക്കുന്ന വണ്ടികളും അത്യാവശ്യം പ്രീമിയവും ഉണ്ട്, അതേപോലെ മിഡിൽ ക്ലാസ് ഫാമിലിക്കാർക്ക് എടുക്കാൻ പറ്റിയതുമായ വണ്ടികളുമാണ് കിടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ നോക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിരിക്കും. ഒരുപാട് വണ്ടികളില്ല, ഒരു 10-12 വണ്ടി മാത്രം ഇട്ടേക്കുന്നത്. എപ്പോൾ വന്നാലും ഏകദേശം അത്രയും വണ്ടികളാണ് കിടക്കുക. അപ്പോൾ അത്തരത്തിലുള്ള വണ്ടികൾ എടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാത്തരം പ്രേക്ഷകർക്കും കാണാനുള്ള നല്ലൊരു വീഡിയോ ആയിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ സാറേ നമസ്കാരം. ഏകദേശം ഒരു 2 മാസമായി നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ട്. പൊതുവേ ഇവിടുത്തെ വണ്ടികൾ എന്ന് പറയുമ്പം ക്വാളിറ്റി ഉള്ള വണ്ടികളും വളരെ കിലോമീറ്റർ കുറഞ്ഞ വണ്ടികളാണെന്ന് എനിക്കറിയാം. ഇത്തവണ അത്തരത്തിൽ പറയാൻ പറ്റിയ ഏത് വണ്ടികളാണ്? ഇത്തവണയും സെയിം അവസ്ഥ തന്നെ. അത് തന്നെ. കാരണം അത്യാവശ്യം കാരണം സ്റ്റോക്ക് ചിലപ്പം കുറവായിരിക്കും, എങ്കിൽ പോലും ആ ഉള്ള വണ്ടികളൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. നമുക്ക് ഈ നേരത്തെ പറയുന്ന പോലെ ഫുൾ ഫിനാൻസ് തൊട്ട് ഉള്ള വണ്ടികളുണ്ട്. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇപ്പം ഇന്ന് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്ന വണ്ടിയാണ് ടിയാഗോ. അതും ഈ പറഞ്ഞോണം ഫുൾ ഫിനാൻസ്, വെറും 5,000. അതായത് പേര് മാറാം. ഞാൻ വന്നപ്പോൾ എന്നോട് 20 ദിവസം മാത്രം പഴക്കമുള്ള വണ്ടി എന്ന് പറഞ്ഞു. അത് ഷോറൂമിൽ നിന്ന് എടുത്തിട്ട് 20 ദിവസം പഴക്കം ഇവിടെ മാക്സിമം വന്നിട്ട് ഇവിടെ കിടക്കുന്ന ചിലപ്പോൾ ഏറ്റവും കൂടിയ പഴക്കം കൂടിയ 20 ദിവസം അതിനുള്ളിൽ വരുന്നത്. ബാക്കി അത് ഏറ്റവും കൂടിയൊരു വണ്ടിയാണ്. ഇപ്പം ഈ പറയണം ഇതിനകത്ത് ഇപ്പോൾ ഒരു ഞാൻ ഹോണ്ട അമേസ് അതൊക്കെ വന്നിട്ട് 2-3 ദിവസമേ ആവുന്നുള്ളൂ. അത്രയായിട്ടുള്ളൂ. ആവത്തിറങ്ങുന്ന ഒരു XUV300 അത് വന്ന് മെനങ്ങാന്ന് വന്ന വണ്ടിയാണ്. ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വരും അപ്പോഴേ പോകും. ഓക്കെ. അപ്പോൾ ഇത്തവണ നമ്മൾ വണ്ടികളുടെ വില പറയുന്നത് എങ്ങനെ? തുടക്കം മുതലേ തുടക്കത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. മറ്റേ ഈ പറഞ്ഞ നേരത്തെ ഞാൻ പറഞ്ഞ ഫുൾ ഫിനാൻസ് കിട്ടുന്നത്, അതായത് ഈ പറയണം മറ്റേ ഇത് പേര് മാറുന്ന എമൗണ്ട് മാത്രം അടച്ച് ഇറക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനത്തെ വണ്ടി. പിന്നെ അതുമല്ല, അതും ഒക്കെ എന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഫിനാൻസ് ചെയ്യാം. ഓക്കെ. 2022 മോഡൽ ടിയാഗോ. അത് ഏകദേശം നമ്മുടെ സ്വിഫ്റ്റിൻ്റെയൊക്കെ സെഗ്മെൻറ്റ് പറയുന്ന ഒരു സ്വിഫ്റ്റ് 2022 എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം റേഞ്ച് വരുമല്ലോ. ആ ഒരു സെയിം ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നൊരു വണ്ടി. 2022 മോഡൽ ടാറ്റ ടിയാഗോ, സിംഗിൾ ഓണർഷിപ്പ്, 18,000 കിലോമീറ്റർ. 18 ഫസ്റ്റ് ടയർ തന്നെ അല്ലേ? ഫസ്റ്റ് ടയർ. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇത് വേരിയൻ്റ് ഏതായിട്ട് വരും? ഇത് XT എന്ന് പറയുമ്പോൾ ടോപ്പാണോ മിഡാ വരുന്നത്? മിഡ്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതുള്ള തന്നെയാണോ? ഇത് മറ്റേ ഇത് സെപ്പറേറ്റ് ചെയ്തതാണ്. സെപ്പറേറ്റ് ചെയ്ത് അത് AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ മാറ്റിക്കൊണ്ട് ഇത് ആൻഡ്രോയിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ അഡ്ജസ്റ്റബിൾ, ഫോളോ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, പിന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ടോപ്പ് വേരിയന്റിനേക്കാളും എന്തുകൊണ്ട് എടുക്കാൻ നല്ലത് മിഡ് തന്നെയാണ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് തന്നെ വരുന്നുണ്ട്. സീറ്റ് കവർ ഇല്ല എന്നുള്ളത് മാത്രമേ ഇപ്പോൾ പറയത്തക്ക രീതിയിലുള്ളൂ. അലോയ്സ് അല്ല, നോർമൽ നല്ല ടയേഴ്സാണ്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 5 ലക്ഷം രൂപ. 5 ലക്ഷം റൗണ്ട് ഫിഗർ. 5 ലക്ഷം രൂപയ്ക്ക്. കാരണം ഇത് എങ്ങനെ പോയാലും 2022 മോഡലാണ്. എവിടെ പോയാലും ചോദിക്കുന്ന വരെയൊക്കെ 5.5 അടുപ്പിച്ചായിരിക്കും. 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയ്ക്ക് അത് ഇപ്പോൾ ലോണ് ഫുൾ ലോൺ ചെയ്ത് തരാം. 0 ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് വണ്ടി ഇറക്കാം. ഓക്കെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? റീപ്ലേസ് ഒന്നുമില്ല. അടുത്തൊരു ഓട്ടോമാറ്റിക്കാണ്. അതായത് 2021 മോഡൽ ഹ്യുണ്ടായി i20 ആസ്ത സിംഗിൾ ഓണർ വണ്ടി, 32,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ, 32,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. 28ലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. 28,000 ലാസ്റ്റ് സർവീസ് കമ്പനി തന്നെ ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. ആസ്തയാണ്, മറ്റേ ആസ്ത ഓപ്ഷനിലല്ല, ആസ്തയാണ്. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്,
അതിന് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. മിറർ ഓട്ടോ ഫോൾഡബിളാണ്, അഡ്ജസ്റ്റബിൾ ആണ്, ഫോർഡോ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട്. ആസ്ത ഓപ്ഷനിൽ ഏറ്റവും ടോപ്പ് വരുന്ന വ്യത്യാസം വരുന്നത് മറ്റേ സൺറൂഫ് ഇതിനകത്ത് വരുന്നില്ല. ഇത് ഓട്ടോമാറ്റിക് എന്നുള്ളതിൽ എത്ര മൈലേജ് കാണും? 15. പെട്രോൾ ആസ്ത ഓപ്ഷനല്ല ആസ്ത. ഓക്കെ. വണ്ടി ഏകദേശം എത്ര ചോദ്യം? ഇതിൻ്റെ ചോദ്യം വന്നിട്ട് 7.25. 2021 32,000 കിലോമീറ്റർ. ഇതും ഫുൾ ലോങ് കയറൂ? ഇത് നമുക്ക് ഏകദേശം ഒരു 7+ എന്തായാലും ചെയ്യാൻ പറ്റും. നല്ല അലോയ് വീൽസ് കിടപ്പുണ്ട്. ഇത് 2021 മാരുതി എക്സ്പ്രസോ. ഇതും ഓട്ടോമാറ്റിക്കാണ്. 2021 സിംഗിൾ ഓണർ, 29,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. VXI+ വേരിയൻ്റ് ആണ്. ഇതിന് സീറ്റ് കവറൊന്നും പൊട്ടിച്ചിട്ടില്ലേ? ഫ്രണ്ടല്ല, ബാക്ക്. ഇതിൽ ആൻഡ്രോയിഡ് ഇൻസ്റ്റൊക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതൊക്കെ കൊള്ളാം. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ കിലോമീറ്റർ എത്രയായിരുന്നു? 29. അല്ല, ഇതാ ഞാൻ പറയാം, ബാക്ക് സൈഡ് സീറ്റ് കവർ പൊട്ടിച്ചില്ല എന്ന് പറഞ്ഞതാ. ഓക്കെ. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 4,70,000. 4,75,000. ഇതും ഫുൾ ലോൺ കയറും? ഇത് നമുക്ക് ഏകദേശം ഒരു 4.5 വരെ ലോൺ ചെയ്യാം. 4.5 വരെ. അപ്പോൾ ഒരു 25 രൂപ ഉണ്ടെങ്കിൽ ഇറങ്ങാം. സാധാരണ ഗതിയിൽ സാറിൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ ഏകദേശം 90% വണ്ടികളും ഫുൾ ലോൺ കയറുമെന്നാണ് പറയുന്നത്. അതാ ഞാൻ ചോദിച്ചത്. 90 പറയണം. കസ്റ്റമറിന് 90 പറഞ്ഞെങ്കിൽ കസ്റ്റമറിന് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ചെയ്യാം. അടുത്തൊരു 7 സീറ്റർ വണ്ടി, കോമ്പാക്ട് SUV ടൈപ്പ് വണ്ടി. 2018 മോഡലുണ്ട്. 18 മോഡൽ W6 മഹീന്ദ്ര X5 W6 സിംഗിൾ ഓണർ, 97,000 കിലോമീറ്റർ. 97 ഓടി. ഡീസലാണ്? ഏതാ? ഡീസൽ. മൈലേജ് എങ്ങനെയാണ്? മൈലേജ് 14 വരെ കിട്ടുന്നത്. 14. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി മിഡ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, മറ്റേ ഓട്ടോ ഫോൾഡബിൾ, മിറർ അഡ്ജസ്റ്റബിൾ, ഫോർഡോ പവർ വിൻഡോ. പിന്നെ വണ്ടിക്ക് വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ 88,000 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഇതിലുള്ള എല്ലാ A to Z സർവീസും കമ്പനി തന്നെയാണ്. വണ്ടി കാണാൻ അത്രയും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും. ഇത് കിലോമീറ്റർ ഓടിയ വണ്ടിന്ന് ഈ വണ്ടിയുടെ അകം കണ്ടാൽ പറയത്തില്ല കേട്ടോ. നല്ല വൃത്തി. ആരുപയോഗിച്ചാലും അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുന്ന ആളുടെ ആയിരുന്നു. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, റീപ്ലേസ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? പ്രൈസ് വന്നിട്ട് 8,95,000. ഇത് ഇറങ്ങിയ സമയത്ത് എന്താ കാണും? ഏകദേശം 18+ ഉണ്ടായിരുന്നു. അത്ര ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഈ സെയിം സാധനം തന്നെ ഇതിന് തന്നെ 2029 3rd ജനറേഷൻ മറ്റേ ഫ്ലഷ് ലാസ്റ്റ് എഡീഷൻ ആ ഒരു വണ്ടിയും കൂടെ ഇന്ന് തന്നെ സ്റ്റോക്കിൽ കയറുന്നതാണ്. അത് പറ്റുമെങ്കിൽ ഈ വീഡിയോ തന്നെ അവസാനം നമുക്ക് ചെയ്യാൻ പറ്റും. 2021 ഫ്ലഷ് 67,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. പ്രൈസ് വന്നിട്ട് അതിൻ്റെ 12 ലക്ഷം വരും. കളർ ഇതാണോ? വൈറ്റ് കളർ. W7 ആണ്. വീണ്ടും ഒരു ചെറിയ സെഗ്മെൻറ്റ് ഓട്ടോമാറ്റിക് വണ്ടി. 2018 മോഡൽ ഓൾട്ടോ K10 VXI സിംഗിൾ ഓണർ, 37,000 കിലോമീറ്റർ. ഇതും കമ്പനി സർവീസ് വണ്ടിയാണ്. പിന്നെ ഓൾട്ടോ ആണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കിടക്കുന്നത് വെച്ച് ഏറ്റവും റേഞ്ച് കുറഞ്ഞൊരു വണ്ടിയാണ് ഈ വണ്ടി. ഓട്ടോ ഒക്കെ ജെന്യൂൻ ആണേ? ജെന്യൂൻ കിലോമീറ്റർ. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ടയർ ഭാഗം മാറിയതാണ്. അപ്പോൾ എല്ലാ ടയറും മാറിയതാ? 4 ടയർ മാറിയതാണ്. നല്ല വൃത്തിയായിട്ട് തന്നെ. ഗുഡിയറിന് തന്നെ 4 ടയർ. പിന്നെ ഫീച്ചേഴ്സ് അത്യാവശ്യം പിന്നെ AC പവർ സ്റ്റിയറിങ്, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, മാനുവലി സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. വണ്ടി അത്യാവശ്യം ഇൻറ്റീരിയർ ആയാലും അത്യാവശ്യം നീറ്റാണ്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് 3,60,000 വരുന്നത്. 3,60,000 ഓട്ടോമാറ്റിക് ആണ്. ഹോണ്ട അമേസ് 2019 മോഡൽ ഹോണ്ട അമേസ് S സിംഗിൾ ഓണർ, 27,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ് വണ്ടി. 27 ടയർ ഫസ്റ്റ് ടയറാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. AC പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി പ്ലെയർ മറ്റേ സെപ്പറേറ്റ് ചെയ്തതാണ്. അതായത് നോർമലായിട്ടുള്ള പ്ലെയർ ആയത്. ഇത് ഒരു ബ്ലാങ്കറ്റിൻ്റെ മറ്റേ പ്ലെയറാണ് ചെയ്തേക്കുന്നത്. ഫുൾ കമ്പനി സർവീസാണ്. ഇതിൻ്റെ പ്രൈസിലേക്ക് വരുമ്പോഴത്തേന് 5,50,000. മൈലേജ് എന്തുവാണ്? 15-16 വരുന്നത്. പെട്രോൾ അല്ലേ? പെട്രോൾ. ടയേഴ്സ് എല്ലാം ഫസ്റ്റ് ഓടിയ ടയർ. റീപ്ലേസ് ഒന്നുമില്ല.
റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അടുത്തൊരു ഡീസൽ സെഗ്മെൻ്റാണ്. റെനോൾട്ട് ഡസ്റ്ററാണ്, RXL അഡ്വഞ്ചേഴ്സ് അഡ്വഞ്ചർ ഡിവിഷന്. ഇതിൻ്റെ പ്രൈസ് മറ്റേ കിലോമീറ്റർ വന്നിട്ട് 85,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ, കമ്പനി സർവീസാണ്. മറ്റേ അതിൻ്റെ ഫീച്ചേഴ്സിൽ വരുമ്പോൾ AC, പവർ സ്റ്റിയറിങ്, സിംഗിൾ എയർ ബാഗ്, കമ്പനി ഇൻബിൽഡ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ്, ഫോഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. എയർ ബാഗ് എത്ര? സിംഗിൾ എയർ ബാഗാണ്, ഡ്രൈവർ സൈഡാണ് സിംഗിൾ എയർ ബാഗാണ്. എന്നോട് ഇഷ്ടമായിട്ടുള്ള വണ്ടിയാണ്. എത്ര അഡ്വഞ്ചർ എന്ന് പറയുന്ന എഡീഷനാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ മറ്റേ കുറേ സ്റ്റിക്കറും അല്ലാതുള്ള സംഭവമൊക്കെ എക്സ്ട്രാ കമ്പനി കമ്പനി തന്നെ വരുന്നതാണ്. ഇത് സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ലല്ലേ? ഇത് വണ്ടി വന്ന ആ മോഡൽ തന്നെ അടക്കല്ലേ? ഇത് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള സീറ്റ് കവറാണ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേന് 5,70,000 രൂപ. എന്ത് ഓടി? 85. 85 PS ആണ്. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ റീപ്ലേസ് അപാകതകൾ അങ്ങനെയുള്ള ഒന്നുമില്ല. വണ്ടി കൊള്ളാം. കളർ ഫെയ്ഡോ അങ്ങനെയുള്ളതൊന്നും വന്നിട്ടില്ല. ആ രീതിയിലൊക്കെ വണ്ടി നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വീണ്ടും ഒരു 7 സീറ്റർ ഡീസൽ വണ്ടി, 2017 മോഡൽ TUV 100 T8 ടോപ്പ് വേരിയൻ്റാണ്. 70,000 കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്, 70 ലാസ്റ്റ് സർവീസ് ചെയ്ത വണ്ടി. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. T8 ആകുമ്പോൾ തന്നെ അത്യാവശ്യം എല്ലാം ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. കമ്പനി സർവീസ് തന്നെ അല്ലേ? ഫുൾ കമ്പനി സർവീസാണ്. ടോപ്പ് വേരിയൻ്റാണ്. AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, അലോയ്സ്, കമ്പനി ഇൻബിൽഡ് പ്ലെയർ, പിന്നെ റിവേഴ്സ് ക്യാം ഇതിനകത്ത് വരുന്നില്ല, അല്ലാതെ സെപ്പറേറ്റ് റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട്. പിന്നെ ഫോഡോ പവർ ഉണ്ട്, ഒരു മിറർ അഡ്ജസ്റ്റബിൾ, അത്യാവശ്യം എല്ലാം ഫീച്ചേഴ്സ് ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ. എത്ര ചോദ്യം? വന്നിട്ട് 5,90. നമുക്ക് ഏകദേശം ലോൺ വരുന്നതിന് ഏകദേശം 5+ വരെ ലോൺ ചെയ്യാമേ. അപ്പോൾ 90 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. വണ്ടി കാണാനൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സൊക്കെ ചെയ്തിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പിന്നെ വേറെയുള്ള പരിപാടികൾ, വേറെ സ്ക്രാച്ചോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് വണ്ടി എടുക്കുക ഓടുക എന്നുള്ള രീതിയാണ് അല്ലേ? ഇൻഷുറൻസ് ആയാൽ തന്നെ അടുത്ത വർഷം ജനുവരി മാസം വരെ കിടപ്പുണ്ട്. ഇതിനെല്ലാം ഈ കിടക്കുന്ന വണ്ടികൾക്കെല്ലാം ഒരു എല്ലാം ലൈവായിട്ട് ഇൻഷുറൻസ് ഒക്കെ കിടക്കുന്നത്. ഏകദേശം ഒരു 8 മാസത്തിന് മേളിൽ ഇൻഷുറൻസ് തന്നെ വാലിഡ് ആണ്. കിടപ്പുണ്ട്. വീണ്ടും ഒരു ഓട്ടോമാറ്റിക് വണ്ടി, 2021 മോഡൽ മഹീന്ദ്ര XUV 300 W6 ഓപ്ഷനിലാണ്. W6 ഓപ്ഷന് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മറ്റേ ഇതിനകത്ത് സൺറൂഫ് വരെ ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്നുണ്ട്. വിത്ത് സൺറൂഫാണ്. അതായത് AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽഡ് പ്ലെയർ, സെപ്പറേറ്റ് ക്യാമ കാര്യങ്ങളുള്ള സെപ്പറേറ്റ് പ്ലെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓട്ടോ AC ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വിത്ത് സൺറൂഫാണ്. W6 ഓപ്ഷനിലാണ്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. ഇത് മൈലേജ് എന്താണ്? ഇത് മറ്റേ ഓട്ടോമാറ്റിക് പെട്രോളാണ്. ഏകദേശം 15 വരും. അത്രയും എടുത്തോളൂ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. 18,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത്. 18,000 കിലോമീറ്റർ. അതായത് 13 ലാസ്റ്റ് സർവീസ്. 18,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസാണ്. 2013 2021 വണ്ടി 13,000 സർവീസ് ചെയ്ത് 13,000 കിലോമീറ്റർ ലാസ്റ്റ് സർവീസ് കിലോമീറ്റർ വൈസ് നോക്കുമ്പോൾ ലാസ്റ്റ് സർവീസ് 13,000 ചെയ്തു. എത്ര ചോദിച്ചേ? പ്രൈസ് വന്നിട്ട് 8,400 വരും. 8,400. എത്ര രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും? നമുക്കൊരു 7.5 വരെ ലോൺ ചെയ്യാം. 7.5 ഒരു 75,000 രൂപയ്ക്കകത്ത് ചെയ്യാം. ഒരു ഡീസൽ i20 ആണ്. 2015 മോഡൽ ഹുണ്ടായി i20 ആസ്തയാണ്. സിംഗിൾ ഓണർ, സെക്കൻഡ് ഓണർ, 53,000 കിലോമീറ്റർ. സെക്കൻഡ് ടയേഴ്സാണ്. 53,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസാണ്. ആസ്തയാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. AC, പവർ സ്റ്റിയറിംഗ്, ഡ്യുവൽ എയർ ബാഗും, കമ്പനി ഇൻബിൽഡ് പ്ലെയർ സെപ്പറേറ്റ് ചെയ്തതാണ്. മറ്റേ റിവേഴ്സ് ക്യാമും കാര്യങ്ങളൊക്കെ ഉള്ള പ്ലെയർ ചെയ്യുക. അപ്പോൾ പുഷ് ബട്ടൺ വരുന്നുണ്ട്. അലോയ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നതാണ്. കമ്പനി ഇൻബിൽഡായിട്ട് വരുന്നതാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഫുൾ കമ്പനി 50 ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ബാക്ക് ടയർ മാറിയിട്ടില്ല. ഫ്രണ്ട് ടയർ പുതിയതായിട്ട് ഇട്ടിട്ട് കുറച്ചാൾ ഓടിയതാണെന്ന് തോന്നുന്നു. ഓക്കെ. എത്ര ചോദിക്കുന്നത്? ഇതിന് പ്രൈസ് വരുമ്പോൾ 5,70,000 രൂപ. ഡീസലാണ്. i20 ഡീസലാണ്. ഇതും ഒരു 75 രൂപ കൊണ്ട് ഇറക്കാം അല്ലേ? ഇറക്കാം. ഒരു 7 സീറ്റർ ഇന്നോവയാണ്. 7 സീറ്റർ ആണല്ലോ, പിന്നെ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും 2011 ഒറിജിനൽ കേരളയാണ്. ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ഇന്നോവയാണ്. ഇന്നോവ V ആണ്. ടോപ്പ് വേരിയൻ്റാണ്. ഫുൾ കമ്പനി സർവീസ്. കിലോമീറ്റർ വന്നിട്ട് 2,00,000 കിലോമീറ്റർ ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി വി ആം അത്യാവശ്യം എല്ലാം ഇത് വരുന്നുണ്ട്. ടോപ്പ് വരുന്നത് അന്നത്തെ 2011 വണ്ടി. ഡ്യുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, അലോയ്സ് വരുന്നുണ്ട്,
കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, സെൻട്രൽ ലോക്ക്, ഫോഗ് ലാമ്പ് എല്ലാം വരും. 7 സീറ്ററാണ് അത്. കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ 1,93,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. അപ്പം ഫുൾ A to Z സർവീസും കമ്പനി എല്ലാ സർവീസും എല്ലാം ടൊയോട്ട തന്നെ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് കൊല്ലം രജിസ്ട്രേഷൻ, ഒറിജിനൽ കേരള, ഒന്നുമില്ല. എത്ര ചോദ്യം? ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 6,20,000 രൂപ. ഇവിടെ മാത്രം ചെറുതായിട്ട് അത് സ്റ്റിക്കറല്ലേ? സ്റ്റിക്കർ അത് കാരണം ഇന്നിപ്പോൾ വണ്ടി സ്റ്റോക്ക് കയറിയാണ്. ഒന്നും പോളിഷോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അത് ഒട്ടിച്ചേക്കുന്ന സ്റ്റിക്കറാണ്. 2015 മറ്റേ സ്റ്റിക്കറാണ്. അത്യാവശ്യം നല്ല കിടപ്പുണ്ട്. എത്ര രൂപ ഇറക്കാം? ഇത് നമുക്ക് 5+ ലോൺ ചെയ്യാം. എത്ര വർഷത്തേക്ക് കിട്ടും ഇത്? 4 വർഷത്തേക്കും ലോൺ ചെയ്യാം. വണ്ടി 4 വർഷത്തേക്ക് ലോൺ ചെയ്യാം. ഇപ്പോൾ നമ്മളെ ഒരു വണ്ടി ഇവിടുന്ന് എടുക്കുമ്പം ഒരു വീടും കാര്യങ്ങളൊന്നും സ്വന്തമായിട്ട് ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രൂഫായിരിക്കും കൊണ്ടുവരുന്നത്? അതായത് ലാൻഡ് ടാക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം സുഹൃത്തുക്കളെ ആരെങ്കിലും ലാൻഡ് ടാക്സ് വെച്ച് നമുക്ക് ലാൻഡ് ടാക്സ് അപ്പം മസ്റ്റാണ്. ആരുടെയെങ്കിലും ലാൻഡ് ടാക്സ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ ഈ ജോബ് സെക്യൂർ ആയിട്ടുള്ള ജോബ് ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെ പറ്റുമോ? ചെയ്യാൻ പറ്റും. പിന്നെ അതല്ല ലാൻഡ് ടാക്സ് സുഹൃത്തിൻ്റെ തന്നിട്ട് അക്കൗണ്ട് സെക്ഷനും കാര്യങ്ങളെല്ലാം ഈ നമ്മുടെ എടുക്കുന്ന ആളുടെ തന്നെ ചെയ്യാൻ പറ്റും. അതാണ് ഗ്യാരണ്ടറായിട്ടൊരു ഇത് വേണമെന്നേ ഉള്ളൂ. ഒരു അവരുടെ ആധാറും പാനും ലാൻഡ് ടാക്സിൻ്റെ കോപ്പിയും കൂടെ വേണം. ഓക്കെ. അപ്പം 2021 മഹീന്ദ്ര XUV500W7 സിംഗിൾ ഓണർ, 3rd ജനറേഷനാണ്. സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, 67,000 കിലോമീറ്റർ. ജെനുവിൻ കിലോമീറ്റർ, ഫുൾ കമ്പനി സർവീസ്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അതായത് മറ്റേ W7 ആണ്. അപ്പോൾ അത് ഫീച്ചേഴ്സിൽ പറയുന്നത് AC, പവർ സ്റ്റിയറിംഗ്, ഡുവൽ എയർ ബാഗ്, ABS, കമ്പനി ഇൻബിൽറ്റ് പ്ലെയർ, മറ്റേ ഓട്ടോ AC വരുന്നുണ്ട്. അതുപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ്. പിന്നെ എൻ്റെ 3rd ജനറേഷൻ എൻ്റെ പ്ലസ് എന്ന് പറയുന്നൊരു സെഗ്മെൻ്റ് ആയത്. അപ്പം അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് തന്നെ കവർ ആവുന്നുണ്ട്. അത്യാവശ്യം മാർക്കറ്റ് റേഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഞങ്ങളാണ് റേറ്റ് വരെ കുറവ് ഇട്ടിരിക്കുന്നത് ഇതിനകത്ത്, ഈ വണ്ടിയിൽ ഇട്ടിരിക്കുന്നത്. കാരണം കിലോമീറ്റർ വൈസ് നോക്കുമ്പോൾ ലോ കിലോമീറ്റർ ആണ്. കാരണം ഒരു 7 സീറ്റർ വണ്ടിയെ സംബന്ധിച്ച്, ഒരു മഹീന്ദ്ര XUV സംബന്ധിച്ച് ലോ കിലോമീറ്റർ ആണ്. ഡീസലിനകത്ത് ലോ കിലോമീറ്റർ ആണ്. 67,000 കിലോമീറ്റർ ഡീസൽ. മൈലേജ് എന്താണ് ഈ വണ്ടി? 14 വരെ കിട്ടുന്ന മൈലേജാണ് 14. എത്ര ചോദ്യം എത്രയാണ്? പ്രൈസ് വന്നിട്ട് 12 ലക്ഷം രൂപ. അപ്പോൾ ഇത് ഇറങ്ങിയ സമയത്ത് എന്താ കാണും? 22 അടുപ്പിച്ച് വരുന്നുണ്ട്. അത്രയും വരുന്നുണ്ട്. വേറെ അപാകതകൾ കാര്യങ്ങളൊന്നും ഒന്നുമില്ല. വണ്ടി ഈ കൊണ്ടുവന്ന ക്വാളിറ്റിയാണ്. ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി കണ്ടാൽ നേരത്തെ പറഞ്ഞിരുന്നായിരുന്നല്ലോ, കൊണ്ടുവന്ന ക്വാളിറ്റികൾ പക്കയാണ്. വണ്ടി പക്കയാണ്. വണ്ടി ഒരു വാഷ് പോലും ചെയ്യാത്ത രീതിയിലുള്ള കണ്ടീഷനിരിക്കുക. ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 12 ലക്ഷം രൂപ. നമുക്ക് ലോൺ സെഗ്മെൻറ്റ് വരുമ്പോൾ ഏകദേശം ഒരു 10+ കൺഫേം ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ വണ്ടികളുടെ വിശേഷങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികൾ കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ലക്ഷറി വണ്ടി എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്കും നമ്മുടെ ചാനലിലൂടെ വണ്ടികൾ തരാവുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയുള്ള 1-2 വണ്ടികളൊക്കെ വന്ന് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് കാണുക, കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടികളായിരുന്നു. അത്യാവശ്യം എന്നല്ല, ഈ 97 ഓടിയ വണ്ടി എന്നൊക്കെ പറയുന്ന വണ്ടിയും നേരിൽ കാണാൻ അത്രയും വൃത്തിയും പോഷമായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നല്ല വണ്ടികളാണ് എല്ലാം. അപ്പം നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കലിനെ കൂടി കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് വണ്ടികൾ സ്വന്തമാക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ.